വചനം തിരുവചനം നിറമോലുന്നു നിറവേറുന്നു. വചനം തിരുവചനം വചനം. മണിമല ഹോളി മാഗി ഫറോന പള്ളിയുടെ ദ്വിശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇടവകയിലെ 200 കുടുംബനാഥന്മാർ മണിമല ഹോളി മാഗി ഫറോന പള്ളിയുടെ ചുറ്റുമിരുന്ന് ഒരേ സമയത്ത് സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തി. ഉൽപ്പത്തി 1 അധ്യായം മുതൽ വെളിപാട് 22 അധ്യായം വരെയുള്ള ഭാഗങ്ങൾ 200 തിരിച്ച് ഓരോരുത്തരും ഒന്നിച്ചിരുന്ന് അവരവർക്ക് കിട്ടിയ ഭാഗങ്ങൾ ഉറക്കെ വായിക്കുകയായിരുന്നു. ഇടവകയ്ക്കും കുടുംബങ്ങൾക്കും വചനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് അനുഭവപ്പെട്ട സമയമായിരുന്നു ഇതെന്ന് വിശ്വാസികൾ പറയുന്നു. 200 കുടുംബങ്ങളിലെ പിതാക്കന്മാരോട് ഒന്നിച്ചു കൂടുകയും അവർ ബൈബിൾ പള്ളിക്ക് ചുറ്റും ഇരുന്ന് 200 പിതാക്കന്മാർ ഒന്നിച്ച് ബൈബിൾ വായിക്കുകയാണ്. ഒന്നിച്ച് വായിക്കുകയാണ് ഈ പ്രത്യേകത. പള്ളിയുടെ 2 വശങ്ങളിലായിരുന്നിട്ട് ഇതുപോലെ ബൈബിൾ വായിക്കുന്നത് കഴിയുന്നത്ര ഉച്ചത്തിൽ അച്ഛൻ പറഞ്ഞൊരു നോവൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാ നമ്മുടെ ഇടവാങ്ങളുടെയും ദൈവിക ചൈതന്യം ഉണർത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണിത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ ഓരോ ആളുകൾക്കും കുറേശ്ശെ ആയി വീതിച്ചു നൽകി ഒരേ സമയം ഒന്നിച്ചിരുന്ന് വായിക്കുന്ന ഒരു നല്ല നിമിഷമായിരുന്നു ഇന്ന്. ദേവാലയത്തിൻ്റെ 200 വർഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 200 കുടുംബനാഥന്മാർ ദേവാലയമുറ്റത്ത് സമ്പൂർണ്ണ ബൈബിളുമായി എത്തിച്ചേർന്നതെന്ന് ഇടവക വികാരി ഫാദർ മാത്യു താന്നിയത്ത് പറഞ്ഞു. മണിമല ഹോളി മാഗി ഇടവകയുടെ 200ാം വാർഷികമാണ് 2024-25. ഈ ദ്വിശതാബ്ദി ആഘോഷം കൂടുതൽ ആഘോഷമാക്കുവാനായിട്ട് ഇടവക കമ്മിറ്റിയുടെയും പൊതുയോഗത്തിന്റെയും എല്ലാം തീരുമാനപ്രകാരം ഈ ഒരു വർഷത്തെ ഓരോ മാസങ്ങളും ഓരോ പ്രത്യേക വിഭാഗത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജോർജ് ആലഞ്ചേരി പിതാവ് ഈ ജൂബിലിക്ക് ആരംഭം കുറിച്ചു. ഈ ജൂബിലിയുടെ ആദ്യത്തെ മാസം മെയ് മാസം യുവജന വർഷമായിട്ട് ആചരിച്ചു. 2ാമത്തെ മാസം ജൂൺ മാസം മാതൃമാസമായിട്ട് ആചരിച്ചു. ഇത് ജൂലൈ മാസം പിതൃമാസമാണ്. പിതാക്കന്മാരെ എല്ലാവരെയും പള്ളിയിലേക്ക് കൊണ്ടുവരിക, പള്ളിയോട് കൂടുതൽ അടുപ്പിക്കുക, തിരുസഭയുമായി കൂടുതൽ ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ഉദ്യമങ്ങള് ഈ മാസത്തെ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 21 ജൂലൈ 21 ഞായറാഴ്ച ഒരു വചന പെരുമഴ എന്ന പേര് കൊടുത്തു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇടവകയുടെ 200ാം വർഷമായതുകൊണ്ട് 200 പിതാക്കന്മാരും ഒത്തൊരുമിച്ച് പള്ളിയുടെ ഇരു സൈഡിലും വശങ്ങളിലുമായിട്ട് ഇരുന്നുകൊണ്ട് സമ്പൂർണ്ണ ബൈബിള് വായിച്ചു തീർക്കുകയാണ്. ഈ 2 മണിക്കൂർ കൊണ്ട് അതിന്റെ ക്രമീകരണവും അതിനുശേഷം ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള ആ ബൈബിൾ ഭാഗം നന്നായിട്ട് ഓരോരുത്തരും വായിച്ച് അഭിഷേകത്തോടെ വായിച്ച് പൂർത്തിയാക്കുന്ന ഒരു ഉദ്യമമാണ്. വചനവായന പൂർത്തിയാക്കിയതിനു ശേഷം ഫാദർ മാത്യു താനിയത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. ഇതിന്റെ തുടർച്ചയായി 28-ന് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഇടവകയിലെ മുഴുവൻ പിതാക്കന്മാർ പങ്കെടുക്കുന്ന പിതൃസംഗമവും ദിവ്യബലിയും ആരാധനയും തുടർന്ന് സ്നേഹവിരുന്നും നടക്കുമെന്ന് അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിലും അറിയിച്ചു. ഈ 200ാം വർഷത്തോടനുബന്ധിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ മാത്യു താന്നിയത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവകയെ ശാക്തീകരിക്കുന്നതിനായിട്ട് 1 വർഷം നീളുന്ന പ്രവർത്തന പരിപാടികളാണ് ഇടവക കമ്മിറ്റി നമുക്കിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം വയോജന മാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. മണിമല ഹോളി മാഗി ഫറോന പള്ളി സ്ഥാപിതമായിട്ട് 200 വർഷം തികയുകയാണ്. ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ മെയ് 12-ന് മുൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ജൂബിലി പതാകയും അതിനുശേഷം തിരികൊളുത്തിയും ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് എല്ലാ മാസവും ഓരോ വിഭാഗക്കാർക്കായി പ്രോഗ്രാമുകൾ നടത്തുന്നു.